സബ് ജില്ലയിലെ ഓട്ട മത്സരത്തിന് ഓടാൻ റെഡിയായിരിക്കുന്ന 10-13 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ കണ്ണുകൾ ഫിനിഷിംഗ് ലൈനിലേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓട്ട മത്സരം ആരംഭിക്കുകയും വളരെ താല്പര്യത്തോടെ ആ കുട്ടി ഓടി ഫസ്റ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഓടി എത്തുന്ന കുട്ടിയെ അപ്പുറത്ത് നിൽക്കുന്ന ടീച്ചർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വല്ലാതെ അങ്ങ് കരഞ്ഞു പോകുന്നുണ്ട്. ആദ്യം ടീച്ചർ കരുതുന്നത് അത് സന്തോഷ കണ്ണീരായിരിക്കും എന്നാണ്. പക്ഷേ പിന്നീട് ഒരു അസ്വാഭാവികത ടീച്ചർക്ക് ആ കരച്ചിൽ തോന്നി. പിറ്റേ ദിവസം സ്കൂളിൽ നിന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട് കുട്ടിയോട്, എന്തിനായിരുന്നു മോൾ ഇന്നലെ വല്ലാണ്ട് കരഞ്ഞത് എന്ന്. അപ്പോഴാണ് ആ കുട്ടി ഒരു കാര്യം പറഞ്ഞത്. സ്കൂളിലെ ഓട്ട മത്സരത്തിൽ ടീച്ചർ ഞാൻ ഫിനിഷ് ചെയ്തപ്പോൾ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഓടി വന്ന് പിടിച്ചില്ലേ, അപ്പോഴാണ് ആ കെട്ടിപ്പിടുത്തത്തിലാണ് ഹഗ്ഗിൻ്റെ, അതായത് കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സബ് ജില്ലയിലും മത്സരിച്ചത്, ഞാൻ ഫസ്റ്റ് നേടിയത്. അപ്പോൾ ആ കുട്ടി ആ ടീച്ചറുടെ ഒരു കെട്ടിപ്പിടുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തത്. നമ്മളൊക്കെ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ പലർക്കും വലിയ കാര്യങ്ങളാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ അതിനെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ടാകുന്ന ഒരു സമാധാനം, സുരക്ഷിതത്വം ആ കുട്ടി ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ആ ടീച്ചറിൽ നിന്നും ആകസ്മികമായിട്ടാണെങ്കിലും അവിചാരിതമായിട്ടാണെങ്കിലും അത് കിട്ടിയപ്പോൾ ആ കുട്ടി വല്ലാതെ ഉരുകിപ്പോവുകയാണ് ചെയ്തത്, പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ചെയ്തത്. നമ്മളൊന്ന് ഓർത്തു നോക്കി, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതലെങ്കിലും അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം.